ദുനിയാവിന്റെ പുറത്തുനിന്ന് ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിട പറയാം. എപ്പോഴാണ് പിരിയുന്നതെന്ന്, ഏത് സമയത്താണ് പോകുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എപ്പം മരിച്ചാലും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം, എപ്പം മരിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം. അതിനു വേണ്ടിയാ നമ്മൾ മുന്നോട്ട് കടന്നു വരേണ്ടുന്നത്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നല്ല മുഖത്തോടുകൂടി, നല്ല പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്കൊന്ന് കാണാൻ കഴിയണം. നമ്മളൊക്കെ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്നറിയില്ല. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് മുഴുവനും മലക്കുൽ മൗത്തിനെ നല്ല കോലത്തിൽ കാണാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്, ഇന്ന് മരിക്കില്ല നാളെ മരിക്കില്ല എന്ന് പറഞ്ഞ്. എന്നാ നമ്മളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെ പോലെ തടിമെടുക്കുണ്ടായിരുന്ന, നമ്മളെ പോലെ ഒരുപാട് ബിസിനസിന്റെ മേഖലകളിൽ കടന്നു പോയിരുന്ന പലരും അല്ലാഹുവേ അവരെന്ന പച്ചമണ്ണിന്റെ ഉള്ളറയിലാണ്. മലക്കുൽ മൗത്തിന് വയസ്സ് പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, നല്ല ജിമ്മുള്ളവനായിരുന്നു പ്രശ്നമല്ല. അല്ലാഹുവിന്റെ തീരുമാനം എപ്പോ കടന്നു വന്നാലും ആ സമയത്ത് പോകല്ലാതെ നിവർത്തിയില്ല. മക്കളെ ഒന്ന് കാണട്ടെ, എന്റെ ഭാര്യ ഒന്ന് കാണട്ടെ, എന്റെ സഹോദരങ്ങളെ ഒന്ന് കാണട്ടെ, എന്റെ കൂട്ടുകുടുംബാദികളെ ഒന്ന് കാണട്ടെ, എന്റെ കൂടപ്പുറപ്പുകളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്തിനോട് പറയാൻ നമുക്കവിടെ നിന്ന് സമയമില്ല, നമുക്കതിനുള്ള സമയമില്ല. അന്തല്ലദീ വലദതുക ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യളഹഖൂന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهقا مسرورا. അല്ലാഹുവേ, നമ്മൾ എങ്ങനെ മരിക്കേണ്ടുന്ന എന്നറിയുമോ? നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, നമുക്ക് സമയമുണ്ട്. 20 വയസ്സേ പ്രായമായിട്ടുള്ളൂ, 30 വയസ്സല്ലേ നമുക്ക് പ്രായമായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞ് ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടക്കുന്നവരാണ്. എന്നാ എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, എപ്പോഴാണ് മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. മലക്കുൽ മൗത്ത് ഏത് സമയത്താ നമ്മുടെ ആത്മാവിനെ വന്നുകൊണ്ട് പിടിക്കുന്നത്? ആ സമയം നമുക്ക് നല്ലതുപോലെ മരിക്കണ്ടേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണ്ടേ? അല്ലാഹുവേ, നമ്മളും ഓർക്കാറില്ല. അന്തല്ലദീ വലദതുക ഉമ്മുക ബാക്കിയാ, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നിട്ട് നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയമുണ്ടല്ലോ, ബാക്കിയാ, നീ കരഞ്ഞുകൊണ്ടാണ് ഭൂമി ലോകത്തേക്ക് വന്നത്. എന്നാലു വന്നാസു ഹൗലക യളഹഖൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗമുള്ള നിന്റെ ജേഷ്ഠന്മാർ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ കുടുംബക്കാർ എല്ലാവരും നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. എന്തിനാണ് അവർ ചിരിക്കുന്ന എന്നറിയുമോ? ഒരു പുതിയ അതിര് നമ്മുടെ വീട്ടിലേക്കൊന്ന് കടന്നു വരികയാണ്, ഒരു കുഞ്ഞനുജൻ കടന്നു വരികയാണ്. അല്ലാഹുവേ, എത്ര സന്തോഷമാണ് അല്ലാ, ഒരു കുഞ്ഞനുജൻ നമ്മുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്, ഇന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചിരിക്കാറുണ്ട്. നിങ്ങൾ പിറന്നു വീണ സമയമുണ്ടല്ലോ, ആ പിറന്നു വീണ സമയം നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ചിരിച്ചുപോയി. എന്തേ കാരണമെന്നറിയോ? പുതിയ ഒരു അതിഥിയാണ് കടന്നു വന്നിട്ടുള്ളത്. അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാ അല്ലാ, എന്നാലും മോനെ, ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹിഖൻ മസ്റൂറാ
ഫജ്ഹദ് ലിനഫ്സിക, മോനെ നീ ഒന്ന് പരിശ്രമിച്ചുകൊണ്ട് കടന്നു വന്നോ. എന്തിനെന്നറിയുമോ? അന്തകൂന ഇദാ ബക്കൂ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന സമയം നിന്റെ ബാപ്പ കരയുമ്പോൾ, നിന്റെ ഉമ്മ കരയുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ടവര് കരയുമ്പോൾ, നിങ്ങളുടെ സഹപാഠികൾ കരയുമ്പോൾ, നിങ്ങളുടെ സഹപ്രവർത്തകര് കരയുമ്പോൾ, നിങ്ങളോടൊപ്പം എന്തിനും ഏതിനും കടന്നു വന്നവരുണ്ടല്ലോ, അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ലാഹികം മസ്റൂറാ, നിനക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയാൻ ബാപ്പടുക്കൽ വന്ന് നിപ്പുണ്ട്. നിന്റെ പൊന്നുമക്കള് കരയുന്നുണ്ട്. ബാപ്പാ, ഇന്നലെ വരെ എന്നോടൊപ്പം വന്നിരുന്നവരാണ്, നമുക്ക് ഭക്ഷണം തന്നിരുന്നവരാണ്, നമ്മളോടൊപ്പം കളിച്ചവരാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തന്നവരാണ്. നിന്റെ പുതുനാരി വന്നിട്ട് പറയുകയാ, നിന്റെ മക്കളുടെ ഉമ്മ വന്നിട്ട് പറയുന്നു, ഇക്കാ ഇനി ആരാ നമുക്കുള്ളത്, നിങ്ങൾ പിരിയുകയാണോ? നിന്റെ ഉമ്മ പറയുന്നു, മോനെ നീ ഞങ്ങളെ വിട്ട് പിരിയുകയാണോ, ഞങ്ങളെ വിട്ട് പിരിഞ്ഞുകൊണ്ട് പോവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ കരയുകയാണ്. അയൽവാസികൾ കടന്നു വന്ന് ഇന്നലെ കൂടി നമ്മളോടൊപ്പം വർത്താനം പറഞ്ഞിരുന്നവനാ, ഇന്ന് നമ്മളെ വിട്ട് പിരിയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തിന്റെ കണ്ണീരോടെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടക്കുകയാണ്. ആ സമയം നീ എന്ത് ചെയ്യണമെന്നറിയുമോ? എല്ലാവരും ചിരിക്കും, എല്ലാവരും കരയുമ്പോൾ ലാഹികം മസ്റൂറാ, മോനെ നീ പുഞ്ചിരിക്കണം. ആര് കരഞ്ഞാലും എങ്ങനെയാണ് പുഞ്ചിരിക്കേണ്ടെന്ന് എന്നറിയുമോ? മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ട് അള്ളാന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ പ്രവാചകരുടെ മുസ്തഫ നബിതങ്ങളുടെ പൂമുഖം കണ്ടിട്ട് ചിരിക്കണം. അതിനുവേണ്ടി നീ മുന്നോട്ട് കടന്നു വരണം. ഇല്ലേ? അള്ളാന്റെ പ്രവാചകരെ സ്നേഹിക്ക്. എന്നാ നിനക്ക് മരിക്കുമ്പോ മുത്തുനബി ഇങ്ങനെ മുന്നിൽ വരും. നിങ്ങളെ ആരും വരണ്ട, അള്ളാന്റെ ഹബീബ് വന്നിട്ടൊന്ന് പുഞ്ചിരിച്ചാ പോരെ. മുസ്തഫ നബിതങ്ങൾ വന്നിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ ആ സമയം, യാ അല്ലാഹ് പടച്ചോനെ, ഞങ്ങളുടെ ഈ കുടുംബക്കാർ ഞങ്ങളുടെ ഈ സമയത്തെല്ലാ ദിവസവും കടന്നു വരുന്ന പെങ്ങന്മാര്, പ്രിയപ്പെട്ട ഉപ്പമാര്, കൊച്ചുമക്കൾ, ചെറുപ്പക്കാർ, മദീനത്തിന്റെ മുത്തിനെ കണ്ട് വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മുത്തിനെ സ്നേഹിക്ക്, എന്നാ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. നല്ലതുപോലെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം, അല്ലേ? എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം, ആ സബിതം പോലുപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം, ആ സബിതം പോലുപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ. മുത്തുനബിയുടെ ആ പൂമുഖം ഒന്ന് കാണാൻ നമുക്കൊന്ന് കഴിഞ്ഞാൽ അതിനെപ്പോലെ ഭാഗ്യമുള്ളതെന്താ, അതിനെപ്പോലെ സന്തോഷമുള്ളതെന്താ? അതുകൊണ്ട് ലാഹികം മസ്റൂറാ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന സമയം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പെങ്ങളെ, ലാഹികം മസ്റൂറാ, പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയാ നിനക്കൊന്ന് കഴിഞ്ഞു പോയാൽ നീ എത്ര ഭാഗ്യമുള്ളവനെന്നറിയുമോ? നീ എത്ര സന്തോഷമുള്ളവനെന്നറിയുമോ? നീ എത്ര സ്വർഗത്തിന്റെ പനിനീരുള്ളവനെന്നറിയുമോ? അതുകൊണ്ടാണ് പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണോ? മലക്കുൽ മൗത്തിന്റെ വരവിനെ നല്ലതുപോലെ ഒന്ന് കണ്ടുകൊണ്ട് കടന്നു വരണമെന്നാണ്. അല്ലാഹുവേ, മോശമായ കോലത്തിൽ കണ്ടാൽ നമുക്കത് സഹിക്കില്ല ഉമ്മ. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയാത്തവരില്ല. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അങ്ങ് അമ്പെയ്ത് വിടുമ്പോൾ എങ്ങനെയാണ് ആ
ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിപറവാദികൾ പോലും ഇബ്രാഹിം നബിയെ കത്തിക്കാനൊരുക്കിയ ആ തീക്കുണ്ടാരത്തിന്റെ ചൂടേറ്റ് അവിടുന്ന് കത്തിക്കരിഞ്ഞ് ചമ്പലായി താഴേക്ക് വീണു പോവുകയാണ്. അല്ലാഹുവേ, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞല്ലോ, യാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മേലിൽ ഓ തീയെ തണുപ്പും രക്ഷയുമായിട്ട് നീ മാറണം എന്ന് പറഞ്ഞു പോയി. ഇബ്രാഹിം നബി ഒരു വേള അവിടുന്ന് മലക്കുൽ മൗത്തിനെ കാണുകയാണ്. ഖാബിദുൽ അർവാ, മലക്ക് അസ്റായീൽ, മലക്ക് അസ്റായീൽ, മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപാട് ചോദിക്കുകയാണ്, അല്ല മലക്കുൽ മൗത്തേ, അല്ലാഹുവേ, നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ നന്മകളുടെ വഴികളിൽ കടന്നു പോകാതെ നിന്റെ ഖുർആൻ ഓതാതെ വീടിന്റെ ഉള്ളിൽ മനസ്സമാധാനം കൊടുക്കാതെ കടന്നു പോകുന്നവർ അല്ല മലക്കുൽ മൗത്ത്, അവരുടെ ആത്മാവിനെ പിടിക്കുന്ന കോലമുണ്ടല്ലോ, അതൊന്ന് കാണിക്കുമോ? ഉടൻ തന്നെ മലക്കുൽ മൗത്ത് പറഞ്ഞു, നബിയേ, നിങ്ങൾക്കത് കാണാനുള്ള മനക്കരുത്ത് ഉണ്ടാകില്ല നബിയേ, നിങ്ങൾക്കത് കാണാനുള്ള മനക്കരുത്തുണ്ടാകില്ല. അവിടെ ഇബ്രാഹിം നബി പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കൊന്ന് കാണണം. കാണണോ നബിയെ? കാണണം മലക്കുൽ മൗത്ത്. ഉടൻ തന്നെ മലക്കുൽ മൗത്ത് പറഞ്ഞു, നിങ്ങളുടെ മുഖമൊന്ന് തിരിക്കുമോ? ഫഅരിദ് വജ്ഹക യാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ, നിങ്ങളുടെ മുഖമൊന്ന് തിരിക്കുമോ നബിയെ? നിങ്ങളുടെ മുഖമൊന്ന് തിരിക്കും നബിയെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഖമൊന്ന് തിരിക്കുകയാണ്. അല്ലാഹുവേ, മുഖമൊന്ന് തിരിച്ചപ്പോൾ പിന്നെ പറഞ്ഞു, കണ്ണു തുറന്നോ നബിയേ. കണ്ടപാട് ഇബ്രാഹിം നബി പേടിച്ചു പോവുകയാണ്, അങ്ങ് വീണു പോവുകയാണ്. എഴുന്നേറ്റപാട് അവിടെ നിന്ന് മലക്കുൽ മൗത്ത് അവിടെ നിന്ന് ചോദിക്കും, എങ്ങനെയുണ്ട്? എനിക്ക് താങ്ങാൻ കഴിയില്ല മലക്കുൽ മൗത്ത്. അല്ലാഹുവേ, കണ്ണിന്റെ ഭാഗത്തുനിന്ന് തീക്കുണ്ടാരങ്ങൾ ഇങ്ങനെ ഈ കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് വരികയാണ്. കാതുകളിലൂടെ തീനാളങ്ങൾ പുറത്തേക്ക് വരികയാണ്. വായിലൂടെ തീനാളങ്ങൾ പുറത്തേക്ക് വരികയാണ്. അല്ലാഹുവേ, മലക്കുൽ മൗത്തിന്റെ ഓരോ രോമങ്ങളിലൂടെയും തീനാളങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇത് ഒരു വേള കാണാനുള്ളവരാ നമ്മള്. അല്ലാഹുവേ, ഇബ്രാഹിം നബി പോലും അവിടെ നിന്ന് പേടിച്ച് വിരണ്ടു പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ അള്ളാനെ ഓർക്കാതെ ദിക്റിന്റെ മജ്ലിസിന് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഓർത്തുകൊണ്ട് കടന്നു പോകാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ടൊന്ന് കടന്നു വരുമോ? അല്ലാഹുവേ, മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ എനിക്കൊന്ന് രക്ഷപ്പെടണമല്ലാ, എനിക്കൊന്ന് രക്ഷപ്പെടണമല്ലാ. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? കാരണം എന്റെ പെങ്ങളെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, അതിന് ഞാനാകട്ടെ ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാകട്ടെ, അല്ലാഹുവേ, നിങ്ങളുടെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് അവൻ ചെയ്ത നന്മകളും തിന്മകളെല്ലാം അല്ലാഹു കാണിക്കുകയാണ്. നന്മകൾ കണ്ടെങ്കിലല്ലേ അല്ലാഹികം മസ്റൂറാ, നന്മകളുണ്ടെങ്കിലല്ലേ പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. തിന്മകൾ ഉണ്ടെങ്കിൽ നമുക്കെങ്ങനാ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കൊന്ന് കഴിയുന്നത്? അല്ലാ അല്ലാ, പടച്ചവനെ സഹിക്കാൻ നമുക്കൊന്ന് കഴിയില്ലല്ലോ. നമുക്കറിയാം സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തിന്റെ സമയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. കണ്ണുകളിൽ കൂടെ കണ്ണുനീരു ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് പറയുമോ? അബൂ ഹുറൈറ,
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പേടിയാണ്, ഞാൻ മരണത്തോടടുത്തിരിക്കുകയാണെന്ന് തന്റെ ഭാര്യയോട് പറയുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകരുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ ഹദീസുകളെ ലോകത്ത് വിതറിക്കൊടുത്ത മഹാനുഭാവനല്ലേ, പിന്നെന്തിനാ നിങ്ങൾ കരയുന്ന എന്ന് ചോദിച്ചുകൊണ്ട് അബൂ ഹുറൈറയുടെ പ്രിയപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, പെണ്ണേ, അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് അവന്റെ നന്മകൾ വരും മോളെ, അവന്റെ തിന്മകൾ വരും മോളെ. പക്ഷെ എനിക്ക് പേടിയാ, എന്റെ മുമ്പില് എന്റെ നന്മയാകുമോ എന്റെ തിന്മയാകുമോ കൂടി വരുന്നത് എന്നെനിക്കറിയില്ല മോളെ. അല്ലാഹുവേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും വാവിട്ട് നിലവിളിച്ചിട്ട് മരണത്തിന്റെ സമയത്ത് കരഞ്ഞെങ്കിൽ പിന്നെങ്ങനാ നമുക്ക് കരയാതിരിക്കുന്നത്? നമുക്ക് നന്മകളുണ്ടോ? ഖുർആൻ ഓതലുകളുണ്ടോ? ദിക്റുകളുണ്ടോ? തസ്ബീഹുകളുണ്ടോ? സ്വതക്കയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് ഓതി എന്നെങ്കിലും പറയാൻ നമ്മളുണ്ടോ? ഇല്ല. അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും വല്ലാതെ കരയുകയാണ്. എന്തിനേറെ പെങ്ങളെ, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ വാവിട്ടു നിലവിളിക്കുകയാണ്. ഒരു വേള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, അല്ല അബൂബക്കറേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇങ്ങനെ മരണത്തെ പറ്റി ഓർത്തപ്പോൾ കരഞ്ഞതാണ്, മരണത്തെ പറ്റി ഓർത്തപ്പോഴേ കരഞ്ഞതാണ്. ആരാ ഇന്ന് കരയുന്നത്? ആരാ ഇന്ന് ഓർക്കുന്നത്? ആരാണ് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുന്നത്? ഇന്നു നാം ഇവിടെയെങ്കിൽ നാളെ നാം മണ്ണിനുള്ളിൽ, ഇന്നു നാം മെത്തയിലെങ്കിൽ നാളെ നാം കബറിനുള്ളിൽ. മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ, ഉത്തമ നബിയെ വീടേ. നമ്മൾ മരിക്കാതിരിക്കുമായിരുന്നെങ്കിൽ, ശാശ്വതരായി ഈ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഇല്ലേ? അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട ആലും സ്വഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ. മുത്തായ തങ്ങളു തളർന്നു കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. മുത്തായ തങ്ങളു തളർന്നു കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അനുവാദം റസൂലും കൊടുക്കുന്നു. അസ്രായീലം നേരം റൂഹും പീഡിക്കുന്നു. ആലും ദുനിയാവും ആകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ള നമ്മെ പിരിയുന്നു.
ആലും ദുനിയാവും ആകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു. അല്ലാഹു നമുക്ക് കേൾക്കാനും. എല്ലാരോടും പറയില്ല നിങ്ങൾ ഇതിന്റെ അവസാന സമയം വരെ നിങ്ങൾ നിൽക്കണമെന്ന്, ഒരാളോട് ഞാൻ പറയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? എന്താണ് കാരണമെന്നറിയുമോ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പുന്നാര ഉപ്പമാർ, ഉമ്മമാർ, ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നല്ല നീയത്തോട് കൂടിയിട്ട് നമ്മൾ ഓതുന്ന ഹദ്ദാദിന്റെ പ്രതിഫലമൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് എത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ കുറച്ചു നേരം ഒന്നിരിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം തരട്ടെ. അല്ലാഹു തആല സന്തോഷവും സമാധാനവും ആനുകൂല്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലണം. ആ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ എത്തണം. അത് മാത്രവുമല്ല നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞവരിലേക്കും എത്തണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് ചൊല്ലിക്ക്. എല്ലാവരും കുടുംബത്തിൽ ഇരിക്കുന്നവരെ കുറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹുവേ, ഈ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ, അല്ലാഹ് ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലാ, നടക്കാൻ കഴിയാത്ത മക്കളുള്ളവരുണ്ടല്ലാ, മരുന്ന് കഴിച്ചിട്ട് വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ കഴിയുന്നവരുണ്ടല്ലാ. അല്ലാഹുവേ 14 വയസ്സായ മകൾക്ക് വല്ലാത്ത വയറുവേദനയാണ്, കുറവില്ല, മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞവരുണ്ടല്ലാ. ഈ ഹദ്ദാദ് റാത്തീബിന്റെ മജ്‌ലിസിൽ സംഗമിക്കുന്നത് കൊണ്ട് നീ എല്ലാം മാറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേർച്ചയാക്കിയിട്ട് ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഇത് ചൊല്ലുമ്പോൾ എന്താ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം മനസ്സിൽ നിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علم إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا
نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله والخير والشر بمشيئة الله بسم الله والحمد لله والخير والشر بمشيئة الله بسم الله والحمد لله والخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام
يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الغم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الغم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الغم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الغم ويا كاشف الغم يا من لعبده يغفر ويرحم أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا فاعلم أنه لا إله إلا الله 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 محمد رسول الله شرفا وكرما ومجدا وعلما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي بعلوي ووصوله وفروعه وكافة ساداتنا علي بعلوي إن
بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى حضرة أرواح جميع ساداتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا മുഹമ്മദ്. അല്ലാഹുവേ, ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ. അല്ലാഹുവേ, വയസ്സായവരും കൊച്ചുമക്കളും അല്ലാഹുവേ, എന്റെ മോനെ കണക്കുള്ള ഒരുപാട് മക്കൾ ഈ മജ്ലിസ് കാണുന്നുണ്ടെന്നറിഞ്ഞു. അല്ലാ, ആ പൊന്നുമക്കളൊന്നും ഒന്നും അറിയാത്ത നിഷ്കളങ്കരാണ്. അവരൊക്കെ ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ആമീന നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഇഷ്ടപ്പെടണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, നമ്മുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞിട്ട് പച്ചമണ്ണിലാണ്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തവരാണ്, നമ്മളെ പൊന്നു പോലെ നോക്കിയവരാണ്, നമ്മളെ ഇഷ്ടപ്പെട്ടവരാണ്. മക്കളെ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തവരാണ്. അല്ലാ, ഇന്ന് അവരുടെ അവസ്ഥ എന്തെന്നറിയില്ലല്ലോ റബ്ബേ. അവര് പച്ചമണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലാണ്. അല്ലാ, മക്കളേന്ന് വിളിച്ചതിന് പോലും പകരം കൊടുക്കാൻ, നമ്മളെ ചേർത്ത് പിടിച്ചതിന് പോലും പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ല അല്ലാ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല അല്ലാ. അല്ലാഹുവേ, ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറിടങ്ങളെ കണ്ണെത്താത്ത ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. കച്ചവടം നടത്തുന്നവർക്ക് കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നടുവേദനിക്കുന്നെന്ന് പറഞ്ഞവർ, തലവേദനിക്കുന്നെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ സർജറിയാണ്, അല്ലാഹുവേ കിഡ്നിയിൽ കല്ലാണ്, അതുപോലെ മജ്ജയിൽ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോലും വിളിച്ചിട്ട് പറഞ്ഞു. അല്ലാ, നീ അവർക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ അരുമസന്താനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, പടച്ചോനെ, ഒരാളെ പോലും RCCയുടെ ഉള്ളിൽ കിടത്തുന്നൊരവസ്ഥ വെക്കല്ലേ അല്ലാ. RCCയുടെ ഉള്ളിലേക്ക് തള്ളിയിടല്ലേ അല്ലാ. സങ്കടത്തിന്റെ അവസ്ഥയിലേക്കാക്കല്ലേ അല്ലാ. പടച്ചവനെ, വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ട് കൊണ്ട് കിടക്കുന്നൊരവസ്ഥ
കിടക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ പുന്നാര ജീവിച്ചിരിക്കുന്ന ഉപ്പമാര് ഉമ്മമാര്, അല്ലാഹുവേ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീട് പറഞ്ഞു പോയവർ നമ്മുടെ ഒരു ആമീന് വേണ്ടി കാത്തിരിക്കുകയാ. ആരുടെയെങ്കിലും ഖബറിന്റെ ഉള്ളിൽ തീ കൊണ്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ കെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അർച്ചനെ, വാഹനത്തിന്റെ ഉള്ളിൽ കിടന്ന് ആളുകൾ വന്ന് വാഹനം വെട്ടിപ്പൊളിച്ചു മയ്യത്ത് പുറത്തെടുക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങൾക്കാർക്കും നീ വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാര്, ബാപ്പമാര്, സഹോദരങ്ങള് ഈ സമയം നിന്റെ അടുക്കൽ പൊരുത്തമുള്ള സമയമാക്കി നീ മാറ്റണേ അല്ലാ. ഇത് കാണുന്ന കണ്ണിന് കാഴ്ച കുറയ്ക്കല്ലേ അല്ലാ. കേൾക്കുന്ന കാതിന് കേൾവി കുറയ്ക്കല്ലേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ അരുമ സന്താനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൊച്ചുമക്കളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലാവരെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പൊന്നുമക്കളെ നിന്റെ അടുക്കലേക്ക് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ കൊച്ചുമക്കള് മൂക്കിലൂടെ വായിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടന്നിട്ട് ഉമ്മയും ബാപ്പയും ആളുകളോട് കൈനീട്ടുകയാ. എന്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കുമോ, എന്റെ കുഞ്ഞുമോളെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കൈനീട്ടുന്ന രംഗങ്ങൾ ഞങ്ങൾ കണ്ടുവല്ലാ. ആ പൊന്നുമക്കളുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. നീ ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ പുന്നാര മക്കൾ ആർക്കും അങ്ങനത്തെ ഒരവസ്ഥ നീ വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ അയൽവാസികൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമല്ല അല്ലാ. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ നബിയുടെ റൗളയുടെ ചാരത്ത് പോയി, പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ചാരത്ത് പോയി, സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ മുത്തിനെ കണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുപാട് ഉപ്പമാര്, ഒരുപാട് ഉമ്മമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അല്ലാ. അല്ലാഹുവേ, അവരാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.